ഗുഡ് ഈവനിംഗ്, നമസ്കാരം. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവും എയിംസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ നേരിട്ടറിയിച്ച് സംസ്ഥാന സർക്കാർ. ഡൽഹി കേരള ഹൌസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ ആശാ വർക്കേഴ്സിന്റെ സമരം ചർച്ചയായില്ല. കേന്ദ്രത്തിന് കേരളത്തോട് ചിറ്റമ്മ നയമാണെന്നും ആശാ വർക്കേഴ്സിന്റെ സമരം കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കാമായിരുന്നുവെന്നും കെ.സി. വേണുഗോപാൽ MP പ്രതികരിച്ചു. രാവിലെ 9 മണിയോടെയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേരള ഹൌസിൽ എത്തിയത്. പ്രഭാത ഭക്ഷണത്തിന് ശേഷമാണ് കേരളത്തിന്റെ ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകൾ നടന്നത്. 45 മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ അരമണിക്കൂറോളം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും പങ്കെടുത്തു. പ്രൊഫസർ KV തോമസും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലകും ചർച്ചയുടെ ഭാഗമായി. വയനാട് പുനരധിവാസത്തിനുള്ള വായ്പാ വിനിയോഗ കാലാവധി നീട്ടി നൽകുന്നത്, വിഴിഞ്ഞം തുറമുഖം, വായ്പാ പരിധി, എയിംസ് തുടങ്ങിയവ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. എന്നാൽ ആശാ വർക്കേഴ്സ് വിഷയം ചർച്ചയായില്ല. മുഖ്യമന്ത്രിയോ കേന്ദ്ര ധനമന്ത്രിയോ വിഷയം ഉന്നയിച്ചില്ലെന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ആശാ വർക്കേഴ്സിന്റെ സമരം ഉന്നയിക്കേണ്ടതായിരുന്നുവെന്ന് കെ.സി. വേണുഗോപാൽ MP. മുഖ്യമന്ത്രി ആ ചർച്ചയിൽ പാവപ്പെട്ട ആശാ വർക്കർമാരുടെ വിഷയം കൂടെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ആകെ ഒരു ശ്രദ്ധയുള്ളത് ഈ വൻ നിക്ഷേപങ്ങളും വൻ മുതലാളി സംരംഭങ്ങളും. ഇവിടെ ഇപ്പോൾ കടൽമണ്ഡലത്തിൻ്റെ കാര്യത്തിൽ മോഡി ചെയ്യുന്നത് പോലെ തന്നെ അത്രയുള്ള കണ്ണാണ് പാവപ്പെട്ട ആശാ വർക്കർമാരുടെയും അതുപോലെ പെൻഷൻകാരുടെയും അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ഒക്കെ പ്രശ്നങ്ങൾ കൂടി ഉന്നയിക്കണം. കാരണം അവിടെ ഒരുപാട് ഡ്യൂ ഉണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക്. കേരളത്തിന്റെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് കൂടിക്കാഴ്ചയിൽ ധനമന്ത്രി അറിയിച്ചതായാണ് വിവരം. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയോ ധനമന്ത്രിയോ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. കൂടിക്കാഴ്ച അനൌദ്യോഗികമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടിക്കാഴ്ചയിൽ ആശാ വർക്കേഴ്സിന് നിരാശ. ആശാ വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ കേന്ദ്ര ധനമന്ത്രിയെ അറിയിക്കാത്തതിൽ മുഖ്യമന്ത്രിയെ വിമർശിക്കുകയാണ് സമരക്കാർ. ഇതിനിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സിന്റെ സമരപ്പന്തലിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീണ്ടും എത്തി. ഇവര് നമ്മളെ കുറിച്ചൊന്നും സംസാരിക്കില്ല, അവർ മറന്ന ഒരു വിഷയമാണ്. അവരെന്തായാലും സംസാരിച്ചെങ്കിലും ഒരു അധികമായി പോയേനെ. ഡൽഹിയിലെ കൂടിക്കാഴ്ചയിൽ കടുത്ത നിരാശയാണ് ആശാ വർക്കേഴ്സ് പങ്കുവയ്ക്കുന്നത്. സർക്കാരിൽ നിന്ന് മറിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് ആശമാർ പറയുന്നു. സംസ്ഥാനം നടപടിയെടുക്കേണ്ട വിഷയത്തിലാണ് ഇപ്പോൾ സമരം. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള പണമിടപാടിൽ ആശാ വർക്കർമാർക്ക് യാതൊരു റോളും ഇല്ല. ഇതിനകത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് ഈ 232 രൂപയ്ക്ക് കേരളത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. വർദ്ധിപ്പിച്ചേരണമെന്ന് സംസ്ഥാന സർക്കാരിനോടാണ് ആവശ്യപ്പെട്ടത്. സംസ്ഥാന സർക്കാരാണ് അത് തീരുമാനിക്കേണ്ടത്. അവരൊരു തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആശാ വർക്കേഴ്സിന്റെ സമരവേദിയിലേക്ക് 4ാം തവണയും സുരേഷ് ഗോപി എത്തി. കാര്യങ്ങൾ കേന്ദ്രത്തെ അറിയിച്ചതിന്റെ നേരിയ ഫലം ഉണ്ടായിട്ടുണ്ടെന്ന് സുരേഷ് ഗോപി. ഞാൻ അവിടെ എന്താണോ ഇവരിൽ നിന്ന് മനസ്സിലാക്കിയത് ഒരു രാഷ്ട്രീയ കലർപ്പുമില്ലാതെ അവിടെ എത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഫലം നേരിയ ലെവലിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്നത് കള്ളപ്രചാരമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും പറഞ്ഞു. അനിശ്ചിതകാല രാപ്പകൽ സമരം ഇന്ന് 31ാം ദിവസത്തിലാണ്. നാളെ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരക്കാർ പ്രതിഷേധ പൊങ്കാലയിടും. 24, തിരുവനന്തപുരം. അതേസമയം ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, JP നഡ്ഡ എന്നിവരെ കണ്ട് UDF MPമാർ. അനുഭാവപൂർവമായ നിലപാടായിരുന്നു കേന്ദ്ര ധനമന്ത്രിയുടേത് എന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം MPമാർ പ്രതികരിച്ചു. MPമാരുടെ സാന്നിധ്യത്തിൽ തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായി നിർമ്മലാ സീതാരാമൻ ബന്ധപ്പെട്ടുവെന്ന് NK പ്രേമചന്ദ്രൻ പ്രതികരിച്ചു. കേന്ദ്ര ആരോഗ്യമന്ത്രി ശ്രീ JP നദ്ദയുമായി കൂടി ആലോചിച്ചതിന് ശേഷം, മീറ്റിംഗ് വിളിച്ചു ചേർത്ത് കൂടിയാലോചിച്ചതിന് ശേഷം ആശാ വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ ശാശ്വതമായ പരിഹാരമുണ്ടാക്കാനുള്ള ഒരു സ്കീം തയ്യാറാക്കും, അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള വ്യക്തമായ നിയതമായ ഉറപ്പാണ് ആ യോഗത്തിൽ പാർലമെൻറ്റ് അംഗങ്ങളായിട്ടുള്ള ഞങ്ങൾക്ക് നൽകിയത്. മാത്രവുമല്ല, കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം നൽകുന്നതിനെ സംബന്ധിച്ചുള്ള ശക്തമായ ആവശ്യവും ഞങ്ങൾ യോഗത്തിൽ ഉന്നയിക്കുകയുണ്ടായി. ആശമാർക്കുള്ള ഓണറേറിയം കൂട്ടുമെന്ന് കൂടിക്കാഴ്ചയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ പറഞ്ഞുവെന്നും ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പു നൽകിയെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യം ഗവൺമെൻറ് പരിഗണിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ JP നഡ്ഡ ഞങ്ങൾ ഈ പത്രക്കാരെ കാണാൻ വരുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം ഉറപ്പ് നൽകിയത്.
മറ്റു വാർത്തകളിലേക്ക്. മലപ്പുറം എടപ്പാൾ ചേകന്നൂരിൽ ഉത്സവത്തിനിടെ യുവാക്കൾ ഏറ്റുമുട്ടി വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. യുവാക്കളെ നാട്ടുകാർ ഓടിച്ചുവിട്ടു. CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം. സമീർ ബിൻ കരീം മലപ്പുറത്തു നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, ഈ ദൃശ്യങ്ങളിൽ കാണാം പകൽ സമയമാണ്. ആ രീതിയിൽ വടിവാൾ വീശിക്കൊണ്ട് ഒരാൾ നടന്നു പോകുന്നു, പിന്നാലെ ഒരു കൂട്ടം ആളുകളുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ ആക്രമണത്തിൽ ഈ ഉൾപ്പെട്ടവർ ആരൊക്കെയാണ്? ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? പ്രജിന് കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിന്റെ CCTV ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാലക്കാട് മലപ്പുറം ജില്ലാ അതിർത്തിയായ ആനക്കര കക്കരാംകുന്ന് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം. അതിനിടയിലാണ് 3 അംഗ സംഘം തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നാലെ നാട്ടുകാർ ഇവരെ ഓടിക്കുകയായിരുന്നു. അതായത് സമീപത്തെ കടയിലുണ്ടായിരുന്ന വാളെടുത്തുകൊണ്ട് ഈ യുവാവ് ഈ റോഡിലൂടെ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതോടുകൂടിയാണ് നാട്ടുകാർ ഈ യുവാക്കളെ ഓടിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായത്. പിന്നാലെ പൊന്നാനി പോലീസ് സംഭവ സ്ഥലത്തെടുത്ത് യുവാക്കളെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ്. ആലങ്കോട് സ്വദേശി അനീഷ് കുമാർ എന്ന് പറയുന്ന യുവാവിനെതിരെ പൊന്നാനി പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. ശരി, സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്ത ഇപ്പോൾ വരുന്നത് ഒറ്റപ്പാലത്ത് നിന്നാണ്. ഒറ്റപ്പാലം ലക്കിടിയിൽ ട്രെയിൻ തട്ടി 24-കാരനും 1 വയസ്സ് പ്രായമുള്ള കുട്ടിക്കും ദാരുണാന്ത്യം എന്ന് പറയുന്ന വളരെ സങ്കടകരമായ ഒരു വാർത്ത വരുന്നുണ്ട്. ആലത്തൂർ കിഴക്കഞ്ചേരി സ്വദേശി പ്രഭുവും 1 വയസ്സുള്ള കുട്ടിയുമാണ് ഈ അപകടത്തിൽ മരിച്ചത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. വയനാട് മാനന്തവാടി വള്ളിയൂർക്കാവിൽ പോലീസ് ജീപ്പ് പിടിച്ച് വഴിയോര കച്ചവടക്കാരൻ മരിച്ചു. വള്ളിയൂർക്കാവ് സ്വദേശി തോട്ടുങ്കൽ ശ്രീധരനാണ് മരിച്ചത്. പ്രതിയുമായി കണ്ണൂരിൽ നിന്ന് വന്നിരുന്ന പോലീസ് ജീപ്പ് തലകീഴായി മറിയുകയായിരുന്നു. വൈകിട്ട് 3 മണിയോടെയാണ് മാനന്തവാടി പനമരം റോഡിൽ വള്ളിയൂർക്കാവിനടുത്ത് അപകടമുണ്ടായത്. കണ്ണൂർ ജയിലിൽ നിന്ന് മാഹി സ്വദേശിയായ തടവുകാരനുമായി മാനന്തവാടിയിലേക്ക് വരികയായിരുന്നു അമ്പലവയൽ സ്റ്റേഷനിലെ ജീപ്പ്. നിയന്ത്രണം വിട്ട ജീപ്പ് വഴിയോര കച്ചവടക്കാരനായ ശ്രീധരനെ ഇടിച്ചു തെറിപ്പിച്ചു. ശേഷം ആൽത്തറയിൽ ചെന്നിടിച്ച് തലകീഴായി മറിഞ്ഞു. പ്രതിയായ മാഹി സ്വദേശി പ്രബീഷ്, പോലീസ് ഉദ്യോഗസ്ഥരായ പ്രശാന്ത്, ജോളി സാമുവൽ, കൃഷ്ണൻ എന്നിവർക്ക് പരിക്കേറ്റു. മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ശ്രീധരൻ മരിച്ചത്. പോലീസ് ജീപ്പിന്റെ ടയറുകൾ തേഞ്ഞ നിലയിലാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. അപകട കാരണം അമിത വേഗതയെന്നും പരാതി. ഇവിടെ അവിടെ ആ വളവ് മുതൽ ഇങ്ങോട്ട് കയറുന്ന വണ്ടികൾക്കൊന്നും ഒന്നും കാണൂല, അവിടെ നിന്ന് വരുന്ന വണ്ടികളൊന്നും കാണൂല. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഏത് സമയവും ആക്സിഡന്റ് തന്നെയാണ്, ഫുൾ ടൈം ആക്സിഡന്റ് തന്നെയാണ്. രാത്രിയൊക്കെ സമയത്ത് വരുന്ന വണ്ടികളുടെ സ്പീഡ് കണ്ടു കഴിഞ്ഞാൽ കണ്ണും തള്ളി അതേപോലത്തെ വരുന്നത്. വള്ളിയൂർക്കാവിലെ ഈ റോഡ് സ്ഥിരം അപകട മേഖലയാണ്. സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കാത്തതാണ് അപകടത്തിന് കാരണം. ചാറ്റൽ മഴയിൽ റോഡ് കുതിർന്നിരുന്നു. ജീപ്പ് എടുത്തു മാറ്റാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തു വന്നു. പോലീസ് ഉദ്യോഗസ്ഥരെത്തിയാണ് രംഗം ശാന്തമാക്കിയത്. 24 വയനാട്. നേരത്തെ സൂചിപ്പിച്ച അപകട വാർത്തയിലേക്കാണ് ഇനി കിടക്കുന്നത്. പാലക്കാട് ഒറ്റപ്പാലം ലക്കിടിയിൽ ട്രെയിൻ തട്ടി യുവാവിനും 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനും ദാരുണാന്ത്യം. ആലത്തൂർ കിഴക്കഞ്ചേരി സ്വദേശി പ്രഭുവും കുഞ്ഞുമാണ് മരിച്ചത്. മൃതദേഹം ഒറ്റപ്പാലം ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. വിവരങ്ങളുമായി സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, അതീവ ദുഃഖകരമായ വാർത്തയാണ്. എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? എന്താണ് സംഭവിച്ചത് അവിടെ? പ്രജിൻ, ഏറെ സങ്കടകരമായ വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒറ്റപ്പാലം ലക്കിടി റെയിൽവേ ഗേറ്റിന് സമീപമാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഒരു ക്ഷേത്രത്തിലെ ചിനക്കത്തൂർ പൂരം നടക്കുകയാണ്. ഈ അപകടം നടന്ന റെയിൽവേ ഈ പാളത്തിന് എതിർവശത്ത് ഇവരുടെ ബന്ധുവീടായിരുന്നു. അങ്ങനെ ബന്ധുവീട്ടിൽ നിന്ന് ഇറങ്ങി ഈ റെയിൽവേ ട്രാക്ക് മുറിച്ച് കടക്കുന്നതിനിടയിലാണ് ഈ ട്രെയിൻ അപകടം ഉണ്ടാകുന്നത്. 1 വയസ്സുള്ള കുട്ടിയും അതോടൊപ്പം തന്നെ ഈ ആലത്തൂർ സ്വദേശിയായിട്ടുള്ള പ്രഭുവുമാണ് മരിച്ചത്. ഇവർ ഈ റെയിൽവേ ട്രാക്ക് മുറിച്ച് കടന്ന് 2 ട്രാക്കുകളാണുള്ളത്. ഈ ട്രാക്ക് മുറിച്ച് കടന്ന് ഏകദേശം ഈ ട്രാക്ക് പൂർണ്ണമായി മുറിച്ച് കടക്കുന്നതിനിടയിലാണ് ഈ ട്രെയിൻ എത്തുകയും പിന്നീട് ഈ ഇടിച്ചു തെറിപ്പിക്കുകയുമായിരുന്നു. ഇതിൽ കുട്ടിയുടെ തലക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. പക്ഷേ 2 പേരും അവിടെ വെച്ച് തന്നെ മരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്കാണ് നിലവിൽ ഈ മൃതദേഹങ്ങൾ മാറ്റിയിട്ടുള്ളത്. പ്രജിൻ, ഏറെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ വൈകുന്നേരം 6:30 ഇവിടെ ഒരു യുവാവ് ഇതേ സമാനമായ രീതിയിൽ തന്നെ ട്രെയിൻ അപകടത്തിൽ മരിക്കുകയുണ്ടായിരുന്നു. തിരുവല്ലാമല സ്വദേശിയായിട്ടുള്ള യുവാവായിരുന്നു മരിച്ചത്, ഈ ട്രെയിൻ അപകടത്തിൽ മരിച്ചത്. അതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും 2 പേർക്ക് കൂടി ഈ മേഖലയിൽ ജീവൻ നഷ്ടമായത്. എന്തായാലും പൂരം ആഘോഷിക്കാൻ ബന്ധുവീട്ടിലെത്തിയതായിരുന്നു. ബന്ധുവീട്ടിൽ നിന്ന് റെയിൽവേ ട്രാക്ക് മുറിച്ച് കടക്കുന്നതിനിടയിലാണ് ഈ അപകടമുണ്ടായതും 2 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നതിലേക്കും നയിച്ചത്. പ്രജിത്ത്. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. അത്യന്തം സങ്കടകരമായ വാർത്തയാണ് പാലക്കാട് നിന്നും സൂരജ് പങ്കുവച്ചത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. പാതിവില തട്ടിപ്പ് കേസിൽ സായി ഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാർ റിമാൻഡിൽ.
മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കൂടുതൽ കേസുകളിൽ ആനന്ദകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ നീക്കം. തിരുവനന്തപുരത്ത് KN ആനന്ദകുമാർ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലെത്തിയാണ് മജിസ്ട്രേറ്റ് റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കിയത്. ആശുപത്രിയിലെ ചികിത്സ തുടരും. ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷമായിരിക്കും ആനന്ദകുമാറിനെ മൂവാറ്റുപുഴ ജയിലിലേക്ക് മാറ്റുക. പാതിവില തട്ടിപ്പ് കേസിൽ ഇന്നലെയാണ് അനന്തകുമാറിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. 15ഓളം കേസുകളിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തും. അന്വേഷണത്തിന് രണ്ടാം ഘട്ടത്തിൽ BJP നേതാവ് AN രാധാകൃഷ്ണന്റെ മൊഴി രേഖപ്പെടുത്തും. പാതിവില തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതി അനന്തകൃഷ്ണന് 42 കോടി സയൻസ് സൊസൈറ്റി വഴി കൈമാറിയതിന്റെ വിവരങ്ങളാവും തേടുക. നിലവിൽ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് അന്വേഷണ സംഘം. കേസിൽ കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ട്. 24 കൊച്ചി. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തലസ്ഥാനം. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആറ്റുകാലിൽ നിന്ന് അനുജ രാജേഷും പ്രവിത ലക്ഷ്മിയും ചേരുന്നു. ആദ്യം അനുജിലേക്ക്. അനുജ, ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ പൂർത്തിയായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്താണ്, ഏത് രീതിയിലാണ് അവിടുത്തെ നിലവിലെ സാഹചര്യം? നല്ല തിരക്കുണ്ട്, അത് ഉച്ച മുതൽ കണ്ടതുമാണ്. അപ്പോൾ അവിടുത്തെ ലോഡ്ജുകളും അത് മറ്റു സ്ഥലങ്ങളൊക്കെ തന്നെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. നാളെ എത്ര മണിക്കാണ് ക്ഷേത്രത്തിലേക്ക് ആളുകൾ വന്നു തുടങ്ങുക? മറ്റ് ചടങ്ങുകൾ എന്തൊക്കെയാണ്? ഗുഡ് ഈവനിംഗ് പ്രജൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിലല്ല, ഞാൻ നിൽക്കുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്താണ്. അവിടെ ഏറ്റവും അവസാനത്തെ ഒരുക്കങ്ങൾ അത് തകൃതിയായി തന്നെ നടക്കുകയാണ്. ഏതാണ്ട് എല്ലാവരും തന്നെ എന്ന് നമുക്ക് പറയാം. ഇതിനൊക്കെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി കാത്തിരിപ്പിലാണ്. ഏതാണ്ട് മണിക്കൂർ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. എങ്കിൽ പോലും ഇനിയും കലങ്ങൾ വാങ്ങാത്തവർ അത് വാങ്ങുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ടല്ലോ. കളിമൺ ആണ് അത്. ഈ മൺകലത്തിൽ വേണം ദേവിക്ക് നിവേദ്യം അർപ്പിക്കാൻ എന്നതാണ്. പ്രത്യേകമായി തമിഴ്നാട്ടിൽ നിന്നൊക്കെ എത്തിക്കുന്ന മൺകലമാണ്. അത് വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ചെറിയ വിളക്കുകൾ, ചിരാത് എന്ന് പറയുന്ന അതൊക്കെ സ്ത്രീകൾ വാങ്ങുന്നുണ്ട്. അങ്ങനെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഒരുക്കങ്ങളിലേക്കൊക്കെ കടന്നിരിക്കുകയാണ്. ഭക്തജന തിരക്ക് കൊണ്ട് തിരുവനന്തപുരം നിറഞ്ഞിരിക്കുകയാണ്. സ്ത്രീകളെ കൊണ്ട്, ഭക്തരായ സ്ത്രീകളെ കൊണ്ട് തിരുവനന്തപുരം നിറഞ്ഞിരിക്കുന്നു. നഗരം മാത്രമല്ല, 15 കിലോമീറ്റർ ദൂരെ വരെ സ്ത്രീകളാണ്. അത് അമ്മയെ കാണാൻ എത്തിയവരാണ്. തങ്ങളുടെ ദുഃഖങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞ് എല്ലാ ദുഃഖവും ഇവിടെ വച്ച് തിരിച്ച് പോകാനുള്ള ആ ഒരു ആത്മനിർവൃതി, ആത്മസമർപ്പണത്തിന് വേണ്ടി എത്തിയവരാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവർ എത്തുമ്പോൾ ദൂരെ നിന്നൊക്കെ ഉള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, കൂടാതെ തിരുവനന്തപുരത്തിന് പുറത്തുനിന്ന് ഈ അതിർത്തി തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉള്ളവരെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതൊന്നുമല്ലാതെ പൊങ്കാലയിടുന്നതിന് വേണ്ടി മാത്രം വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന മലയാളികൾ ഇങ്ങോട്ടേക്ക് വരുന്നു. അത് ഗൾഫിലുള്ളവരാകട്ടെ, അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഒക്കെ വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ ആ അവസാന ഒരുക്കത്തിലേക്ക് നാളത്തെ ചടങ്ങുകൾ ഏറ്റവും പ്രധാനമായി പുലർച്ചെ മുതൽ തന്നെ, ഇപ്പോൾ ഇന്ന് മുതൽ ഈ രാവിലെ മുതൽ തന്നെ എന്ന് നമുക്ക് പറയാം, കലങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇഷ്ടിക വച്ച് ഓരോ ഇടത്തും ഇടം പിടിച്ചുകൊണ്ട് സ്ത്രീകൾ ഇരിക്കുന്നു. അത് ഇന്നിപ്പോൾ രാത്രി മുഴുവൻ അവർ പ്രാർത്ഥനയോടെ കാത്തിരിക്കും. ഈ നിരത്തുകളിൽ തന്നെ അവരുണ്ടാകും. എല്ലാ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട്. അന്നദാനമുണ്ട്, ശുദ്ധജലമുണ്ട്. മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഒരു വലിയ ആരോഗ്യ സംഘം തന്നെയുണ്ട്. ഡോക്ടേഴ്സും നഴ്സസും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ഒക്കെ അടങ്ങിയ ഒരു സംഘം ഇവിടെ ഉണ്ട്. നാളെ രാവിലെ 9:45 ശുദ്ധ പുണ്യാഹത്തോടെ ഈ ചടങ്ങുകൾക്ക് തുടക്കമാകും. അതിനുശേഷം അടുപ്പ് കൂട്ടുക എന്ന ചടങ്ങാണ്. അത് 10:15 പിന്നീട് പണ്ടാരടുപ്പിലേക്ക് തീ പകരുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. അത് ശ്രീകോവിലിൽ ആദ്യം, തിടപ്പള്ളിയിലേക്ക് പിന്നീട് ആ അഗ്നി പകരും. തിടപ്പള്ളിയിൽ നിന്ന് മേൽശാന്തി പണ്ടാര അടുപ്പിലേക്ക്, പ്രധാനപ്പെട്ട അടുപ്പിലേക്ക് ആ അഗ്നി പകരുന്നു. അതോടെയാണ് പിന്നീട് ബാക്കി എല്ലാ ലക്ഷക്കണക്കിനായ അടുപ്പുകളിലേക്ക് ആ അഗ്നി പകർന്ന് അങ്ങനെ അമ്മയ്ക്ക് പ്രിയപ്പെട്ട നിവേദ്യം അത് തയ്യാറാക്കും. പലതരത്തിൽ നിവേദ്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം പായസമാണ്. ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടവിഭവം എന്ന് പറയുന്നത് പായസമാണ്. അതെല്ലാവരും തയ്യാറാക്കും. കടും പായസമാണ്. അതിനുശേഷം മറ്റ് ഈ വഴിപാടുകളുണ്ട്. മണ്ടക്കുറ്റ് പോലെ രോഗശാന്തിക്ക് വേണ്ടിയൊക്കെയാണ് പലരും വഴിപാടായി തന്നെ അർപ്പിക്കുന്നതാണ്. അങ്ങനെ തെരളി ഉൾപ്പെടെയുള്ളത്, പാൽപ്പായസവും ഒക്കെ തയ്യാറാക്കുന്നവരുണ്ട്. അങ്ങനെ അതെല്ലാം, അതിനൊക്കെയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പലരെയും കണ്ടു. ദൂര ദിക്കുകളിൽ നിന്നൊക്കെ വന്ന് എത്രയോ വർഷങ്ങളായി ഇവിടെ വന്ന് ഇടുന്നവരാണ്. അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. ശരിയാണ്. ആ രീതിയിൽ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് അവിടെ എത്തിയിരിക്കുന്ന ഭക്തരിൽ. അങ്ങനെ പൊങ്കാലിടാനുള്ള മൺപാത്രങ്ങളടക്കം അവസാന മണിക്കൂറുകളിൽ വാങ്ങി എല്ലാം
ക്രമീകരിക്കുകയാണ് അവിടുത്തെ എത്തിയിരിക്കുന്ന ഭക്തർ. ഒരിക്കൽ കൂടി പ്രകൃതലക്ഷ്മിയിൽ കൂടി പോകുന്നു. പ്രകൃതലക്ഷ്മി, അവിടെ ഇപ്പോൾ പ്രകൃതി ഉള്ളത് ക്ഷേത്രത്തിനടുത്താണെന്ന് മനസ്സിലാക്കുന്നു. അവിടുത്തെ ഒരു ആംബിയൻസ് എന്താണ്? ഒപ്പം തന്നെ നാളെ എത്ര മണിക്കാണ് ക്ഷേത്രത്തിനകത്തേക്ക് ആളുകൾ പ്രവേശിച്ചു തുടങ്ങുക? ഒപ്പം തന്നെ അവിടെയുള്ള ക്രമീകരണങ്ങൾ, ഇത്തവണ തിരക്ക് കൂടുതലാണെന്ന് പറയുന്നുണ്ടല്ലോ. ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. അത് പറയേണ്ട ഒരു കാര്യം കൂടിയില്ല. അതുപോലെയാണ് ഇത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കുന്നുണ്ടാകും. ഞാനിപ്പോൾ നിൽക്കുന്നത് ക്ഷേത്രത്തിന്റെ കവാടത്തിന് മുൻപിലാണ്. ഇവിടേക്ക് ഇങ്ങനെ അകത്തേക്ക് കയറാനായി ആയിരങ്ങളാണ് പുറത്ത് നിൽക്കുന്നത്. പക്ഷെ അവിടെ വടം കെട്ടി തിരിച്ചിട്ടുണ്ട്. അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ നിൽപ്പുണ്ട്. അവരെ എല്ലാവരെയും അകത്ത് അങ്ങനെ പ്രവേശിപ്പിക്കാൻ സാധിക്കില്ല. അകത്ത് പ്രവേശിക്കണമെങ്കിൽ പ്രത്യേക ക്യൂ നിൽക്കണം. ആ ക്യൂ കിലോമീറ്ററുകൾക്കപ്പുറം വരെ നീണ്ടു നിൽക്കുകയാണ്. അതൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുമാണ് ദൃശ്യങ്ങൾ ഉൾപ്പെടെ. അത്തരത്തിൽ വലിയ, അതായത് ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്ന സാഹചര്യത്തിൽ വലിയ ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ തവണയും നമ്മൾ പൊങ്കാലയിൽ കാണാറുള്ളതാണ്. കുറ്റമറ്റ രീതിയിലാണ് പൊങ്കാലയുടെ എല്ലാ ക്രമീകരണങ്ങളും എല്ലാ തവണയും ഒരുക്കുന്നത്. പ്രത്യേകിച്ച് ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും പൊങ്കാല അർപ്പിക്കാനായി ഭക്തർ എത്തുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ക്രമീകരണമാണ്. ഇപ്പോൾ ഓരോ വർഷവും നാം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഭക്തരുടെ എണ്ണം കൂടിക്കൂടി വരുന്നതാണ് കാണുന്നത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളും ഒരുക്കേണ്ടിയിരിക്കുന്നു. കോവിഡിന് ശേഷം ഇതിപ്പോൾ 3ാമത്തെ പൊങ്കാലയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൂടുതൽ ആളുകൾ വരികയാണ്. അതിനുശേഷം വരാൻ സാധിക്കാത്ത ആളുകൾ കൂടി ഇവിടേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട്. നമുക്ക് കാരണം ഞാനിത് പറയാൻ കാര്യം, അല്പസമയം മുൻപ് നമ്മളൊരു ഭക്തിയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് കോവിഡ് കഴിഞ്ഞ് പിന്നീട് വരാൻ സാധിച്ചില്ല, അതിനു മുൻപ് അടുപ്പിച്ച് വന്നിരുന്നു. അപ്പോൾ ഈ വർഷമാണ് വരാൻ സാധിച്ചത് എന്നാണ്. ഇപ്പൊ ട്രെയിൻ ആണെങ്കിലും പ്രത്യേകം സ്റ്റോപ്പ് ഒക്കെ അനുവദിച്ചിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേ. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പേര് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ പ്രജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നട തുറന്നിരിക്കുകയാണ്. ഇനിയും കൂടുതൽ ഭക്തർ ഇവിടേക്ക് എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. 3000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്. പൊങ്കാല അടുപ്പ് കത്തിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള നിരീക്ഷണവും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. ശരി പ്രവിത, എല്ലാ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണം ഉറപ്പാക്കാനുള്ള സംവിധാനങ്ങൾ കൂടി ആറ്റുകാലിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പ്രവിത ലക്ഷ്മി റിപ്പോർട്ട് ചെയ്യുന്നത്.